പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവദൂതൻ മറിയത്തോട് പറയുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈശോയിൽ പ്രിയരെ, സത്യദൈവത്തിന്, കർത്താവായ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന യാഥാർത്ഥ്യമാണ് ഓരോ ക്രിസ്തുമസും ഓർമ്മിപ്പിക്കുന്നത്. പടുവൃദ്ധരായ സക്രിയ എലിസബത്ത് ദമ്പതികൾ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ സ്നാപക യോഹന്നാന് ജന്മം നൽകുന്നത് വിശുദ്ധ ലൂക്ക 1-ൽ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പ്രായമേറെയായ വൃദ്ധരായ അബ്രാഹത്തോടും സാറായോടും നിങ്ങൾക്ക് ഒരു മകനുണ്ടായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായപ്പോൾ സാറ ചിരിച്ചുപോയി. അബ്രാഹത്തോട് ദൈവം ചോദിച്ചു, സാറ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? വചനം തുടരുന്നു. ഉൽപ്പത്തി 21-ൽ കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. ദൈവജനമേ, സർവശക്തനായ, സർവജ്ഞനായ, സർവനന്മയായ, സർവസമ്പന്നനായ, പരമപരിശുദ്ധനായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് തക്ക സമയത്ത്, കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നു. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലും കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. 1 സാമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വന്ധ്യയായ ഹന്ന, എൽക്കാന ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ നൽകി. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ഹന്ന ആ കുഞ്ഞിന് സാമുവേൽ എന്ന് പേരിട്ടു. ഹന്ന ദൈവത്തെ കീർത്തനം പാടി സ്തുതിച്ചു. 1 സാമുവേൽ 2-ാം അധ്യായം. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയവുമില്ല. യേശുവിൽ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ഓരോ പിറവി തിരുനാളും മനുഷ്യകുലത്തോട് പറയാതെ പറയുന്ന ദൈവിക സന്ദേശമാണ്. ജെറമ്യ 32:27. കർത്താവ് ജെറമ്യായോട് ചോദിക്കുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? അതെ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ദൂതനോട് ചോദിച്ച കന്യകാമറിയത്തിന് ലഭിച്ചതും അതേ ഉത്തരം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:34. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവൾ വിശ്വസിച്ചു. ദൈവം മനുഷ്യനായി, യേശുവായി, മിശിഹായായി, ഇമ്മാനുവേലായി, നമ്മിലൊരുവനായി വന്നു പിറന്നു, ജനിച്ചു. എലിസബത്ത് മറിയത്തെ സ്തുതിച്ചു. വിശുദ്ധ ലൂക്ക 1-ൽ കാണുന്നു, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവമക്കളെ, ഓരോ ക്രിസ്തുമസും ചരിത്രത്തിൻ്റെയും മനുഷ്യകുലത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിലേക്കുള്ള മഹാരഹസ്യങ്ങളുടെ വാതിലുകൾ തുറന്നിടുകയാണ്. നമുക്കും പ്രവേശിക്കാം. വിശുദ്ധ ലൂക്ക 2-ൽ പറയുന്നത് പോലെ മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കാണാൻ വിശ്വസിച്ച് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാകാം. ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.